ഹോർമുസ് കടലിടുക്കിന് സമീപത്തായി ഒമാൻ തീരത്തിന് സമീപത്തായി കഴിഞ്ഞ ദിവസം ഒരു വലിയ ആശങ്കപ്പെടുന്ന വാർത്തയുണ്ടായി. 24 ഇന്ത്യൻ സെയിലേഴ്സ് അടക്കം ഉൾപ്പെടുന്ന ഒരു സംഘം കപ്പൽ ജീവനക്കാർ സഞ്ചരിച്ചിരുന്ന ഒരു എണ്ണക്കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. അമേരിക്കയുടെ മിസൈൽ ആക്രമണമാണ് ഉണ്ടായത്. ഒടുവിൽ പ്രാണരക്ഷാർത്ഥം നിലവിളിച്ച അവരുടെ ശബ്ദമൊക്കെ നമ്മൾ പുറത്തുവിട്ടതാണ്. എന്നാൽ ഇപ്പോൾ എല്ലാ ഇടപെടലും ഉണ്ടാവുന്നു. പൂർണ്ണമായും സുരക്ഷിതമായി അവരെ രക്ഷപ്പെടുത്തി എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഏറെ ശ്രദ്ധേയമാണ് ദൗത്യം. ആ ദൃശ്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കാണാം. അജയ് സുധാബിജു ചേരുന്നുണ്ട്. അജയ്, നമ്മൾ ഇന്നലെ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ ഏറെ ആശങ്കപ്പെട്ടതാണ്. 24 ഇന്ത്യക്കാർ അവരുടെ ജീവനിൽ ഭയമുള്ള അവരുടെ നിലവിളികളൊക്കെ നമ്മൾ കേട്ടതാണ്. എന്താണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്? എന്താണ്? പൂർണ്ണമായി എല്ലാവരെയും റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞോ? ഈ 24 പേരെയും ഇന്നലെ വൈകുന്നേരം തന്നെ കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ചതായിട്ടാണ് വിവരമുള്ളത്. ഇത് ആദ്യം ഈ അപകട വിവരം പങ്കുവച്ച ഈ ഫിഷർമാൻ യൂണിയൻ തന്നെയാണ് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തുവിട്ടത്. ഇത് ആദ്യം ഈ ഒമാൻ തീരത്ത് ഈ കപ്പൽ അകപ്പെട്ടിരിക്കുന്നു, പെട്ടെന്ന് തന്നെ ഒരു രക്ഷാമാർഗം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോർവേഡ് സീമാൻ യൂണിയൻ ഓഫ് ഇന്ത്യയാണ് അവരുടെ എക്സ്പോസ്റ്റിലൂടെ ഈ കപ്പലിൻ്റെ ദൃശ്യങ്ങളടക്കം ആദ്യം പങ്കുവച്ചിരുന്നത്. കപ്പലിൻ്റെ എഞ്ചിൻ റൂമിലേക്കാണ് യുഎസിന്റെ ഭാഗത്ത് യുഎസ് കമാൻഡിന്റെ പ്രത്യേക നിർദ്ദേശമില്ലാതെ കപ്പലുകൾക്ക് ഇത്തരത്തിൽ കടന്നു പോകാനാകില്ല. ഇറാനിയൻ തീരത്തേക്ക് കടക്കാൻ ശ്രമിച്ചതാണ് ഈ കപ്പൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MT മാരിവെക്സ് എന്നാണ് ഈ കപ്പലിന്റെ പേര്. 24 ഇന്ത്യൻ ജീവനക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇറാനിയൻ തീരത്തേക്ക് കടക്കാൻ ശ്രമിക്കവേ ഈ കപ്പലിന് നേരെ US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് വെടിവെപ്പ് ഉണ്ടാകുന്നു. ഈ വെടിവെപ്പിലാണ് കപ്പലിന്റെ എഞ്ചിൻ റൂമിന് തകരാർ സംഭവിക്കുകയും ഇവിടെ തീപിടുത്തം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തത്. കപ്പലിലുള്ള റെസ്ക്യൂ ബോട്ടുകൾ ആക്രമണത്തിൽ തകർന്നതായിട്ടാണ് ജീവനക്കാരുടെ ഒരു ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ അതിന് പിന്നാലെ തന്നെ ഇത് വലിയൊരു ആശങ്ക ജനിപ്പിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവുകയായിരുന്നു. പിന്നാലെയാണ് ഈ സീമാൻ യൂണിയന്റെ ഭാഗത്ത് നിന്നുള്ള ഈ പോസ്റ്റ് വരുന്നത്. അങ്ങനെ അത് ഒമാനിലെ ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തെയും ഈ വാർത്ത അറിയിക്കുകയായിരുന്നു. പിന്നാലെയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഉൾപ്പെടെ സഹായത്തോടെ ഇവരെ പ്രദേശത്ത് നിന്ന് എയർലിഫ്റ്റ് ചെയ്യുന്നത്. ഇവരെ ഹെലികോപ്റ്ററിൽ നിന്ന് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ ഇന്നലെ വൈകിട്ട് തന്നെ പുറത്തു വന്നതാണ്. ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെയാണ് US സെൻട്രൽ കമാൻഡ് ഇത്തരമൊരു ആക്രമണം അവർ നടത്തിയിരുന്നതായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തത്. അത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്ത് നിന്നൊരു ട്വീറ്റ് വന്നത്. അതിലവർ വ്യക്തമാക്കിയത് ഇറാനിയൻ തീരത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഒരു എണ്ണ ടാങ്കറിന് നേരെ US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് വെടിവെപ്പ് ഉണ്ടായി. ഇത് മേഖലയിൽ കപ്പലുകൾക്ക് നേരെ US നടത്തുന്ന 7ാമത്തെ ആക്രമണമാണ്. ഇതിനു മുൻപേയും സമാനമായിട്ടുള്ള രീതിയിൽ ഇറാനിയൻ തീരത്തേക്ക് കടക്കാൻ ശ്രമിച്ച കപ്പലുകളെ US ആക്രമിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഓപ്പറേഷന്റെ ഭാഗം തന്നെയാണ് ഇന്നലെയും നടന്ന ആശങ്ക. പക്ഷേ അതിൽ ഈ 24 പേർ ഇന്ത്യൻ ജീവനക്കാരാണ്. അതിനാൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു കടുത്ത ആശങ്ക തന്നെ ഇത് കാരണം വന്നിരുന്നു. ഈ കപ്പൽ മുങ്ങാൻ പോകുന്നു, പെട്ടെന്ന് തന്നെ ഒരു രക്ഷാമാർഗം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ ജീവനക്കാരുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. അതിനാൽ തന്നെ ഒരു ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യം ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30ഓടെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് നിലവിൽ നമുക്ക് വിവരമുള്ളത്. വൈകുന്നേരത്തോടെ എല്ലാ ജീവനക്കാരെയും ആ കപ്പലിൽ നിന്ന് ഒഴിപ്പിക്കുകയായിരുന്നു. പിന്നീട് US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും സ്ഥിരീകരണം വരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലവിൽ പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലുള്ള US ഉപരോധം അത് ഇനിയും മുന്നോട്ട് തുടരും എന്നുള്ളതാണ്. അതായത് US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് സമാനമായിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ശരി, അതാണ് സാഹചര്യം. എന്തായാലും എല്ലാവരെയും രക്ഷപ്പെടുത്തി ഇന്നലെ തന്നെ എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.